Hi friends, it's Shruti. You're watching Timely Vlog. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഗ്രാമീൺ ഡാക് സേവകായി വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കുള്ള GDS2 പോസ്റ്റ്മാൻ അതുപോലെ തന്നെ GDS2 MTS മത്സര പരീക്ഷകളിലേക്ക് ആവശ്യമായ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും പഠിക്കണമെന്നുണ്ടെങ്കിലും സമയപരിമിതി വലിയൊരു പ്രശ്നമാണല്ലേ. ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് പല തിരക്കുകളിൽ പെട്ട് നമ്മൾ പലപ്പോഴും പഠനം അങ്ങ് മാറ്റി വെക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ നെറ്റിൽ പലതരത്തിലുള്ള വീഡിയോകൾ കാണുന്നുണ്ട്. കുറേ സമയം നമ്മൾ ഓൺലൈനിൽ ചിലവഴിക്കുന്നു. ഈ സമയത്തിൽ ഡെയിലി ഒരു 10-15 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയിലെ വലിയൊരു മാറ്റത്തിന് അത് കാരണമായേക്കാം. സോ നിങ്ങൾ ഈ ചാനലിൽ എല്ലാ ദിവസവും കാണണം കേട്ടോ. PO ഗ്രേഡ് പാർട്ട് 1 നിന്നും ക്ലോസ് 55ഉം 56ഉം നമുക്കറിയാം. ക്ലോസ് 55 എന്താണ്, പോസ്റ്റ് ബോക്സിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ 56 പോസ്റ്റ് ബാഗിനെ പറ്റിയാണ് പറയുന്നത്. അതിന് തന്നെ നമുക്ക് ക്ലോസ് 55 പോസ്റ്റ് ബോക്സ് എന്താണെന്ന് നോക്കാം. പോസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ SOകളിലും HOകളിലും ഒക്കെ വലിയ 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 ക്യാബിനുകൾ കണ്ടിട്ടുണ്ട്. ആ ക്യാബിനിലെല്ലാം കൊച്ചു കൊച്ചു ഇങ്ങനെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും തിരിച്ചിരിക്കുന്ന കുറേ കേജുകളുണ്ട്. ഇതിൽ ഒരു കേജിനെ, ഓരോ കേജിനെയാണ് എന്ത് പറയുക, പോസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരത്തിൽ റെന്റ് വാടക കൊടുത്ത് ഒരാളൊരു പോസ്റ്റ് ബോക്സ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് റെന്റർ എന്നാണ്. അപ്പോൾ ഈ റെന്റർ വന്ന് ബോക്സ് തുറക്കുന്ന സമയത്ത് എല്ലാ ലെറ്റേഴ്സും അല്ലെങ്കിൽ ആളുടെ മെസ്സഞ്ചർ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോൾ വലിയ ആർട്ടിക്കിൾസ്, അല്പം വലിപ്പം കൂടിയ ആർട്ടിക്കിൾസ്, അതായത് ഈ പോസ്റ്റ് ബോക്സിനകത്ത് ഉൾക്കൊള്ളാനാവാത്തത്ര വലിപ്പമുള്ള ആർട്ടിക്കിൾസ് വരുമ്പോൾ നമ്മൾ ചെറിയൊരു ഇന്റിമേഷൻ സ്ലിപ്പ്, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പോസ്റ്റ് ബോക്സിൽ വെക്കുന്നതായിരിക്കും. പോസ്റ്റ് ബോക്സിലേക്ക് അഡ്രസ് ചെയ്തിട്ടുള്ള അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഓഫ് ദി ലെറ്റർ മെയിൽ, അതായത് ന്യൂസ് പേപ്പർ, ഇല്ല ലെറ്റർ കാർഡ്, എയ്റോഗ്രാം, അതുപോലെ പോസ്റ്റ് കാർഡ്സ് എന്നിങ്ങനെയുള്ള ലെറ്റേഴ്സ് ആണ് നമ്മൾ പോസ്റ്റ് ബോക്സിൽ വെക്കുന്നത്. പോസ്റ്റ് ബോക്സ് വഴി ഡെലിവറി ചെയ്യുന്ന ഓർഡിനറി ആർട്ടിക്കിൾസ് അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ആദ്യം തന്നെ റെന്ററുടെ പേര്, തൊട്ട് താഴെ പോസ്റ്റ് ബോക്സ് നമ്പർ, പിന്നീട് പോസ്റ്റ് ഓഫീസ്, പിന്നെ പിൻകോഡ്. പിൻകോഡിന്റെ ഫുൾ ഫോം എങ്ങനെയാണ്, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ, കെയർ ഓഫ് പോസ്റ്റ് ബോക്സ് നമ്പർ എന്നിങ്ങനെ പറഞ്ഞു വരുന്ന ലെറ്റേഴ്സ് നമ്മൾ പോസ്റ്റ് ബോക്സ് വഴി ഡെലിവറി ചെയ്യുന്നതല്ല. അതിനൊരു എക്സെപ്ഷൻ കേസ് വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു കമ്പനി, ആ കമ്പനിയിൽ കുറേ ട്രെയിനേഴ്സ് ഉണ്ട്. ഈ ട്രെയിനുകളുടെ പേരിൽ വരുന്ന ലെറ്റേഴ്സ് കമ്പനിയുടെ പോസ്റ്റ് ബോക്സ് നമ്പറിൽ നമുക്ക് ഇടാവുന്നതാണ്. ഒപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിന് വരുന്നത്, അതുപോലെ ഒരു സ്ഥിരം വിസിറ്റർ, ഒരു കമ്പനിയിലെ സ്ഥിരം വിസിറ്റർ, അങ്ങനെ റെന്റർക്ക് താല്പര്യമായി റെന്റർ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് നമുക്ക് പോസ്റ്റ് ബോക്സ് വഴി ഡെലിവറി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രജിസ്റ്റേർഡ് VP ആർട്ടിക്കിൾസ് ഒക്കെ ചില സമയത്ത് പോസ്റ്റ് ബോക്സ് നമ്പർ വെച്ച് അഡ്രസ് ചെയ്ത് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ വരുന്ന ആർട്ടിക്കിൾസ് പോസ്റ്റ്മാൻ മുഖേന നമ്മൾ ഡെലിവറി ചെയ്യുന്നു. എന്നാൽ റിന്യൂ ചെയ്യാത്ത ഒരു പോസ്റ്റ് ബോക്സ് നമ്പറാണ് അഡ്രസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ബോക്സ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ രജിസ്റ്റേർഡ് VP ആർട്ടിക്കിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അത് റിട്ടേൺ ടു സെൻഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ് ബോക്സ് റെന്റിന് എടുക്കുന്നതിന് കൺസെന്റ് പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ റെന്റ് അഡ്വാൻസ് ആയിട്ട് നൽകുകയും വേണം. കൂടാതെ ലോക്ക് ആൻഡ് കീക്കുള്ള ഡിപ്പോസിറ്റ് എമൗണ്ട് നൽകേണ്ടതാണ്. റെന്റർ തന്റെ ബിസിനസിന്റെ സ്വഭാവം, അതായത് എക്സാക്ട് നേച്ചർ ഓഫ് ബിസിനസ് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. ഒപ്പം തന്നെ കൃത്യമായ അഡ്രസ്സും കൊടുത്തിരിക്കണം. ഏതെങ്കിലും 2 റെസ്പെക്റ്റബിൾ പേഴ്സൺസ് ഈ കാര്യം സർട്ടിഫൈ ചെയ്യേണ്ടതാണ്. എന്നാൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പോസ്റ്റ് മാസ്റ്റർക്ക് നന്നായി അറിയാവുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കേഷന്റെ കാര്യം ആവശ്യമില്ല. എന്തെങ്കിലും ഡീറ്റെയിൽസ് റെന്റർ തെറ്റായിട്ടാണ് ധരിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പോസ്റ്റ് ബോക്സ് മിസ്യൂസ് ചെയ്യുന്നു എന്ന് പോസ്റ്റ് മാസ്റ്റർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും കൊടുക്കാതെ തന്നെ ഈ പോസ്റ്റ് ബോക്സ് വിഡ്രോ ചെയ്യാനുള്ള അധികാരം പോസ്റ്റ് മാസ്റ്റർക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ലോക്ക് ആൻഡ് കീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലോക്കിനോ കീക്കോ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെന്റർ എത്രയും പെട്ടെന്ന് പോസ്റ്റ് ഓഫീസിനുമായി ബന്ധപ്പെട്ട് അറിയിക്കേണ്ടതാണ്. ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ഇന്റിമേഷനും, അതായത് കീ കേടായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം പോസ്റ്റ് ഓഫീസിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ, 7 ദിവസത്തിനുള്ളിൽ അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ബോക്സ് വിഡ്രോ ചെയ്യാനുള്ള അധികാരം പോസ്റ്റ് മാസ്റ്റർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. യാതൊരു സാഹചര്യത്തിലും നിലവിൽ അടച്ചിട്ടുള്ള റെന്റ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കില്ല. ഒപ്പം തന്നെ തൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള സാഹചര്യത്തിൽ 7 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് മാസ്റ്ററെ ഈ കാര്യം ധരിപ്പിക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം പോസ്റ്റ് ബോക്സ് വിഡ്രോ ചെയ്യാനുള്ള അധികാരം പോസ്റ്റ് മാസ്റ്റർക്ക് ഉണ്ടായിരിക്കും. റെന്റ് ഓഫ് 1 PB കനോട്ട് അഡ്ജസ്റ്റ് വിത്ത് അതർ.
ഒരു റെൻറ്റർക്ക് 2 പോസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ കൂടി ഒരു പോസ്റ്റ് ബോക്സിൻ്റെ റെൻറ്റ് മറ്റൊന്നുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. റെൻറ്ററിൻ്റെ കയ്യിൽ നിന്നും ലോക്ക് കീ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെൻറ്റർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ലോക്ക് കീ മേടിക്കാനുള്ള ചിലവുകളെല്ലാം റെൻറ്റർ വഹിക്കേണ്ടതായി വരും. നമ്മൾ കുറച്ച് ദൂരെ നിന്നും മണി ഓർഡർ കൊടുത്ത് പണം കൊടുത്തിട്ടാണ് ലോക്ക് കീ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ മണി ഓർഡറിൻ്റെ എമൗണ്ടും കമ്മീഷനും ഒക്കെ കൊടുക്കേണ്ടത് കസ്റ്റമർ, അതായത് റെൻറ്റർ തന്നെയായിരിക്കും. ലോക്ക് കീ ബൈ പോസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇതിനാവശ്യമായ പോസ്റ്റേജും റെൻറ്റർ തന്നെ വഹിക്കേണ്ടതാണ്. പോസ്റ്റ് ബോക്സ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏത് മാസം വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. ഈ സമയത്ത് 1-ാം തീയതി മുതലുള്ള റെൻറ്റ് നമ്മൾ നൽകേണ്ടതായിട്ട്, അതായത് റെൻറ്റർ നൽകേണ്ടതായിട്ട് വരും. കൂടാതെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൃത്യസമയത്ത് റിന്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ റിന്യൂവൽ ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് മാസ്റ്ററെ താൻ റിന്യൂവൽ ചെയ്യാത്തതിൻ്റെ കാരണം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്റർക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓർഡർ കൊടുക്കാവുന്നതാണ്. എന്നാൽ ആ സമയത്ത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ബോക്സ് നിലവിലില്ല, മറ്റാർക്കെങ്കിലും കൊടുത്തുപോയി എന്നുള്ള സാഹചര്യത്തിൽ ഈ ആപ്ലിക്കേഷൻ, അതായത് റിന്യൂവൽ ആപ്ലിക്കേഷൻ പുതിയൊരു ആപ്ലിക്കേഷനായിട്ട് കൺസിഡർ ചെയ്ത് ഫ്രഷ് PB അലോട്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡീറ്റെയിൽസ് റെൻറ്റർ തെറ്റായിട്ടാണ് ധരിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പോസ്റ്റ് ബോക്സ് മിസ്യൂസ് ചെയ്യുന്നു എന്ന് പോസ്റ്റ് മാസ്റ്റർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും കൊടുക്കാതെ തന്നെ ഈ പോസ്റ്റ് ബോക്സ് വിഡ്രോ ചെയ്യാനുള്ള അധികാരം പോസ്റ്റ് മാസ്റ്റർക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ലോക്ക് കീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലോക്കിനോ കീക്കോ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെൻറ്റർ എത്രയും പെട്ടെന്ന് പോസ്റ്റ് ഓഫീസിനുമായി ബന്ധപ്പെട്ട് അറിയിക്കേണ്ടതാണ്. ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ഇൻറ്റിമേഷനും, അതായത് കീ കേടായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം പോസ്റ്റ് ഓഫീസിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ, 7 ദിവസത്തിനുള്ളിൽ അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ബോക്സ് വിഡ്രോ ചെയ്യാനുള്ള അധികാരം പോസ്റ്റ് മാസ്റ്റർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. യാതൊരു സാഹചര്യത്തിലും നിലവിൽ അടച്ചിട്ടുള്ള റെൻറ്റ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കില്ല. ഒപ്പം തന്നെ തൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള സാഹചര്യത്തിൽ 7 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് മാസ്റ്ററെ ഈ കാര്യം ധരിപ്പിക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം പോസ്റ്റ് ബോക്സ് വിഡ്രോ ചെയ്യാനുള്ള അധികാരം പോസ്റ്റ് മാസ്റ്റർക്ക് ഉണ്ടായിരിക്കും. റെന്റ് ഓഫ് 1 PB കനോട്ട് അഡ്ജസ്റ്റ് വിത്ത് അതർ. ഒരു റെൻറ്റർക്ക് 2 പോസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ കൂടി ഒരു പോസ്റ്റ് ബോക്സിൻ്റെ റെൻറ്റ് മറ്റൊന്നുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. റെൻറ്ററിൻ്റെ കയ്യിൽ നിന്നും ലോക്ക് കീ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെൻറ്റർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ലോക്ക് കീ മേടിക്കാനുള്ള ചിലവുകളെല്ലാം റെൻറ്റർ വഹിക്കേണ്ടതായി വരും. നമ്മൾ കുറച്ച് ദൂരെ നിന്നും മണി ഓർഡർ കൊടുത്ത് പണം കൊടുത്തിട്ടാണ് ലോക്ക് കീ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ മണി ഓർഡറിൻ്റെ എമൗണ്ടും കമ്മീഷനും ഒക്കെ കൊടുക്കേണ്ടത് കസ്റ്റമർ, അതായത് റെൻറ്റർ തന്നെയായിരിക്കും. ലോക്ക് കീ ബൈ പോസ്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലോക്ക് കീ ബൈ പോസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇതിനാവശ്യമായ പോസ്റ്റേജും റെൻറ്റർ തന്നെ വഹിക്കേണ്ടതാണ്. പോസ്റ്റ് ബോക്സ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏത് മാസം വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. ഈ സമയത്ത് 1-ാം തീയതി മുതലുള്ള റെൻറ്റ് നമ്മൾ നൽകേണ്ടതായിട്ട്, അതായത് റെൻറ്റർ നൽകേണ്ടതായിട്ട് വരും. ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് റെൻറ്റ് നൽകുന്നത്. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ റിന്യൂവൽ അത്യാവശ്യമാണ്. എന്നാൽ റിന്യൂവൽ ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് മാസ്റ്ററെ താൻ റിന്യൂവൽ ചെയ്യാത്തതിൻ്റെ കാരണം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്റർക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓർഡർ കൊടുക്കാവുന്നതാണ്. എന്നാൽ ആ സമയത്ത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ബോക്സ് നിലവിലില്ല, മറ്റാർക്കെങ്കിലും കൊടുത്തുപോയി എന്നുള്ള സാഹചര്യത്തിൽ ഈ ആപ്ലിക്കേഷൻ, അതായത് റിന്യൂവൽ ആപ്ലിക്കേഷൻ പുതിയൊരു ആപ്ലിക്കേഷനായിട്ട് കൺസിഡർ ചെയ്ത് ഫ്രഷ് PB അലോട്ട് ചെയ്യുന്നതായിരിക്കും. റെൻറ്റർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെസ്സഞ്ചർക്ക് ഏത് സമയത്തും സൗകര്യാർത്ഥം ഈ പോസ്റ്റ് ബോക്സ് വന്ന് ഓപ്പൺ ചെയ്ത ലെറ്റേഴ്സ് കൊണ്ടുപോകാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സോർട്ടിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ, അതായത് സോർട്ടിങ്ങിന് ശേഷം അരമണിക്കൂറും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് വേണം ലെറ്റർ ബോക്സ് ഇങ്ങനെ വന്ന് ഓപ്പൺ ചെയ്യാൻ. ഈ കാര്യം പോസ്റ്റ് മാസ്റ്റർ ഉറപ്പ് വരുത്തുന്നു. കാരണം പിന്നീട് സോർട്ട് ചെയ്ത് എന്തെങ്കിലും ലെറ്റേഴ്സ് ഈ പോസ്റ്റ് ബോക്സിലേക്ക് ഉണ്ടെങ്കിൽ അത് അന്ന് തന്നെ റെൻറ്റർക്ക് കിട്ടാതെ വരും. സോ ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. റെൻറ്റർക്ക് പോസ്റ്റ് ബോക്സ് അലോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഡെലിവറി ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. പോസ്റ്റ് ബോക്സിൻ്റെ അതേ നമ്പർ തന്നെ ബിയർ ചെയ്യുന്നതായിരിക്കും ഈ ഡെലിവറി ടിക്കറ്റ്. ഓരോ സമയത്തും വിൻഡോ ഡെലിവറി വഴി ആർട്ടിക്കിൾ സ്വീകരിക്കുമ്പോൾ ഈ ഡെലിവറി ടിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. എന്നാൽ 7 ദിവസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഒരിക്കൽ പോലും പോസ്റ്റ് ബോക്സ് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ പോസ്റ്റ് ബോക്സിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ബൾക്കായിട്ട് വന്നിരിപ്പുണ്ടാവും. ആ സമയത്ത് പോസ്റ്റ് മാസ്റ്റർ രജിസ്റ്റേർഡ് ആയിട്ട് ഒരു ഇൻറ്റിമേഷൻ, അതായത് ഇങ്ങനെ ഒരു പോസ്റ്റ് ബോക്സ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ല, വന്ന് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നൊരു ഇൻറ്റിമേഷൻ രജിസ്റ്റേർഡ് വഴി അയക്കുന്നതായിരിക്കും. ഈ രജിസ്റ്റേർഡ് ലഭിച്ചതിന് ശേഷവും
നമ്മുടെ റെൻഡർ വന്ന് പോസ്റ്റ് ബോക്സ് ക്ലിയർ ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ പോസ്റ്റ്മാൻ മുഖേന ഈ ലെറ്റേഴ്സ് എല്ലാം കൊടുക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു, റെൻഡർ കൃത്യമായി വന്ന് പോസ്റ്റ് ബോക്സ് ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ബോക്സ് പിൻവലിക്കാനുള്ള അധികാരം പോസ്റ്റ് മാസ്റ്റർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ പോസ്റ്റ് ബോക്സ് വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ റെൻഡർ തന്നെ പിൻവലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യുന്നതല്ല, റെന്റ് റീഫണ്ട് ചെയ്യുന്നതല്ല, ഈ കാര്യം ഓർത്തിരിക്കുക. ഒപ്പം തന്നെ ലോക്ക് ആൻഡ് കീ നഷ്ടപ്പെട്ടു പോയി, ലാസ്റ്റ് സറണ്ടർ ചെയ്യുന്ന സമയത്ത് ലോക്ക് ആൻഡ് കീ സറണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല, ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് റീഫണ്ട് ചെയ്യുന്നതല്ല. ഇതൊക്കെയാണ് പോസ്റ്റ് ബോക്സിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അതുപോലെ ക്ലോസ് 56 പോസ്റ്റ് ബാഗിനെ പറ്റി പറയുന്നുണ്ട്. സിസ്റ്റം ഓഫ് ഡെലിവറി ഓഫ് പോസ്റ്റൽ ആർട്ടിക്കിൾസ് ഇൻ എ ബാഗ്, ഇതാണ് പോസ്റ്റ് ബാഗ് എന്ന് പറയുന്നത്. എല്ലാ ഡെലിവറി പോസ്റ്റ് ഓഫീസുകളിലും പോസ്റ്റ് ബാഗ് ഫെസിലിറ്റി ഉണ്ട്. പോസ്റ്റ് ബോക്സിൽ നിന്ന് പോസ്റ്റ് ബാഗിനെ ഡിഫറെൻ്റ് ആക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത് പോസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്, പോസ്റ്റ് ഓഫീസ് തന്നെ റെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ പോസ്റ്റ് ബാഗ് മൂവിങ് ആണ്, അതായത് റെൻഡറിൻ്റെ അടുത്തേക്ക് തിരിച്ച് പോസ്റ്റ് ഓഫീസിലേക്ക് എന്നിങ്ങനെ മൂവിങ് ആയിരിക്കും പോസ്റ്റ് ബാഗ്. ഇതിന് ലോക്ക് ആൻഡ് കീക്ക് സെക്യൂരിറ്റി എമൗണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡിപ്പോസിറ്റ് എമൗണ്ട് ഇല്ല എന്നുള്ളത് പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ പെർമിഷൻ ഒന്നും ഇല്ലാതെ കൺസെന്റ് പോസ്റ്റ് മാസ്റ്റർക്ക് തന്നെ പോസ്റ്റ് ബാഗ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റെൻഡർക്ക് പോസ്റ്റ് ബോക്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളത് ഈ കാര്യത്തിൽ പ്രശ്നമല്ല. ഉള്ളവർക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് പോസ്റ്റ് ബാഗ് മാത്രമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കൊക്കെ പോസ്റ്റ് ബാഗ് ഫെസിലിറ്റി ലഭിക്കുന്നതായിരിക്കും. ലോക്കും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീയും റെൻഡർക്ക് നൽകുന്നതായിരിക്കും. അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് റെൻഡറിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. മറ്റെല്ലാ കാര്യങ്ങളും കണ്ടീഷൻസും എല്ലാം പോസ്റ്റ് ബോക്സ് പോലെ തന്നെ സിമിലർ ആണ് പോസ്റ്റ് ബാഗിന്റെ കേസിലും. എല്ലാ ദിവസവും പോസ്റ്റ് ബാഗുകൾ റിട്ടേൺ ചെയ്യേണ്ടതുണ്ട്. ഈ സമയത്ത് ഏതെങ്കിലും ആർട്ടിക്കിൾസ് ഡെസ്പാച്ച് ചെയ്യാനുണ്ടെങ്കിൽ റെൻഡർക്ക് ഇത് മെസ്സഞ്ചറിന്റെ കൈവശം, അതായത് പോസ്റ്റ് ബാഗിനകത്ത് കൊടുത്തു വിടാവുന്നതാണ്. അത് പോസ്റ്റ് ഓഫീസ് ഒഫീഷ്യൽസ് സോർട്ട് ചെയ്ത് കൃത്യമായി ഡെസ്പാച്ച് ചെയ്തോളൂ. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കമ്പൈൻഡ് ഡ്യൂട്ടി, അതായത് പോസ്റ്റ് ബോക്സും പോസ്റ്റ് ബാഗും ഒരുപോലെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഡിസ്കൗണ്ട് എമൗണ്ട് കിട്ടുന്നുണ്ട്. ഇനി പോസ്റ്റ് ബാഗിന്റെയും പോസ്റ്റ് ബോക്സിന്റെയും റെന്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 250 രൂപയാണ്, അതായത് കമ്പൈൻഡ് രണ്ടിനും കൂടി വരുന്നത്. ഇനി ഏതെങ്കിലും ഒന്ന് മാത്രമാണ്, ഒന്നെങ്കിൽ പോസ്റ്റ് ബോക്സോ അല്ലെങ്കിൽ പോസ്റ്റ് ബാഗ് മാത്രമാണെങ്കിൽ 150 രൂപയായിരിക്കും. എന്നാൽ 3 മാസത്തേക്ക് 3 months ഓർ പാർട്ട് ഡെയർ ഓഫ് ഇങ്ങനെ വരുമ്പം നമുക്ക് വരുന്ന എമൗണ്ട് 80 രൂപയാണ്. ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിലാണ് റെന്റ് വരുന്നത്, ആ 3 മാസത്തെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പാർട്ട് ഡെയർ ഓഫ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 രൂപയായിരിക്കും സെപ്പറേറ്റ് ഓരോന്നിനും. ഇല്ല, രണ്ടും കൂടെ ഒന്നിച്ച് കമ്പൈൻഡ് ആയിട്ട് ഫെസിലിറ്റിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 80 രൂപയാവും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് ഡെയർ ഓഫ് അങ്ങനെയാണെങ്കിൽ 100 രൂപയായിരിക്കും കമ്പൈൻഡ് ഡ്യൂട്ടി വരുന്നത്. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് റെന്റ് വരുന്നതെങ്കിൽ ആ 3 മാസം അല്ലെങ്കിൽ പാർട്ട് ഡെയർ ഓഫ് രണ്ടും കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യുമ്പോൾ, അതായത് കമ്പൈൻഡ് ഫെസിലിറ്റി യൂസ് ചെയ്യുമ്പോൾ 160 രൂപയും സിംഗിൾ ആയിട്ട് ഓരോന്നായിട്ടാണെങ്കിൽ 100 രൂപയായിരിക്കും വരുന്നത്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പോസ്റ്റ് ബാഗിനെയും പോസ്റ്റ് ബോക്സിനെയും പറ്റി പറയാനുള്ളത്. നിങ്ങൾ ഇതൊക്കെ കൂടുതൽ കുറച്ചുകൂടെ റെഫർ ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, നിങ്ങളുടെ സഹപ്രവർത്തകരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.